ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഷുട്ടൂനെ ഞാൻ കുളിപ്പിച്ച് അവിടെ പാമ്പസ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ കുറേ നാളായി കുറച്ച് റീൽസിലൊക്കെ ഇങ്ങനെ നോമ്പ് തുടങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാണാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ തലശ്ശേരി അങ്ങനെ കുറച്ച് സ്പോട്ടുകൾ നമ്മളിങ്ങനെ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെഡിയാവാണ് എല്ലാവരും. ഷുട്ടൂനെ ഓൾറെഡി കുളിപ്പിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി പെട്ടെന്ന് ഒന്ന് ക്വിക്കായിട്ട് റെഡി ആയിട്ട് നമുക്ക് പോകാൻ നോക്കാം. എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ആദ്യം നമ്മൾ ആ പെരുന്നാളിന്റെ ആ സ്ഥലത്താണോ പോകുന്നതല്ലേ മറയിലാണോ പോകുന്നത്, അതാ ഞാൻ ചോദിച്ചത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കലാണ് മെയിൻ. ഷുട്ടോ ഹായ് തന്നെ. ഹായ് ഗായ്സ്. ഉണ്ടോ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് പതുക്കെ പതുക്കെ കാണാം. ഓക്കെ ഷുട്ടോ, കം ലെറ്റ്സ് ഈറ്റ് റാഗി. ബാബാ, അവൾ ഉറങ്ങി എണീച്ചിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് റാഗി ആക്കിയെടുത്തു. അവിടുന്ന് അങ്ങനെ ഇവള് ഭയങ്കരമായിട്ട് കഴിക്കാനൊന്നും ചാൻസ് ഇല്ല. അതൊക്കെ പുറത്തെ ഫുഡ് അത്ര ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു സേഫ്റ്റിക്ക് ഇതെടുത്തു. ഇനിയിപ്പോൾ ഇതൊന്നും കഴിപ്പിക്കട്ടെ. വാ ഷുട്ടോ, എടാ അവിടെ ഇരിക്കേ. അവിടെ ഇരുന്നോ, തിരിച്ചു പോവേ, തിരിച്ചു പോകും. ഉറങ്ങി എണീച്ചിട്ട് പിന്നെ അവൾ ജസ്റ്റ് വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും പിന്നെ അധികം ഫോഴ്സ് ചെയ്തില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെച്ച് വണ്ടിയിൽ നിന്ന് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഫില്ലായിട്ട് ഇരുന്നോളല്ലോ. പിന്നെ അവളൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ റാഗി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ആലോചിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം തലശ്ശേരി ഭാഗത്തേക്ക് പോയിട്ട് കുറേ നാളായി. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ബൈപ്പാസ് ഓപ്പൺ ആയതുകൊണ്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കലാണ് പതിവ്. ആ വഴിയൊക്കെ പോവാത്ത കാലം മറന്നു. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, അതൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോയി. നമ്മൾ തലശ്ശേരി എത്തിയപ്പോൾ ചെറുതായിട്ട് നമ്മളെ പ്ലാൻ ഒന്ന് സ്വിച്ചായി. എന്തായാലും ഇതുവഴി വന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു നമ്മൾ. അപ്പോൾ ആ സമയത്ത് പോയി കുറച്ച് തിരക്കാവണ്ടെന്ന് വിചാരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് കടൽപ്പാലം വരെ പോയി ഒരു സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നാൽ പിന്നെ റൂട്ട് ചെറുതായിട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. റോഡ് മാറിയോ? അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തിയിട്ടുണ്ട്. എന്തായാലും തലശ്ശേരി വന്ന സ്ഥിതിക്ക് ഒന്ന് നമുക്ക് കടൽപ്പാലം പോയി ഒന്ന് സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴിയൊന്ന് മാറിപ്പോയി. അപ്പം നമ്മൾ കടൽപ്പാലം എത്തിയിട്ട് കാണിച്ചു. അവിടെ നിന്ന് വീട് പോകും. ഹായ് ചുട്ടു. സണ്ണ് എവിടെ? സണ്ണ് അയ്യോ, ഷണ്ണ് എവിടെ? ഷണ്ണ് ഇല്ലേ? അമ്മനെ നോക്കിയൊന്ന്. അമ്പോ അമ്പോ, അയ്യോ. ഹായ്. അങ്ങനെ നമ്മൾ കടൽപ്പാലത്ത് നിന്ന് സൺസെറ്റ് എല്ലാം കണ്ട് കഴിഞ്ഞ് അല്ലേ? പറ, സണ്ണ് പോയി. പറ ചുട്ടി, പറ. സണ്ണ് പോയി. സണ്ണ് പോയി. ഇനി ആരാ വരുവാ? സണ്ണ് പോയിട്ട് ആരാ വരുവാ? ചുട്ടി പറ, സണ്ണ് പോയിട്ട് ആരാ വരുവാ? അമ്പലം വരും. പിന്നെ ഇപ്പം നമ്മൾ നേരെ
എനിക്കൊരു ബ്ലൗസ് പീസ് നോക്കാനുണ്ട്, അത് വാങ്ങിയിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഓക്കെ, നോക്കട്ടെ. ഇങ്ങോട്ടേക്കല്ലേനോ ശോഭ? നമ്മൾ ശോഭയിൽ പോയി നോക്കട്ടെ, ബ്ലൗസ് കിട്ടുമോ എന്ന് നോക്കണം. ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? പൂട്ടിയോ? നോമ്പ് പറയാണ്ട് പൂട്ടിയിട്ടുണ്ടോ? മഴ പെയ്യോ ഇന്ന്? ദിസ് ഈസ് ശോഭ ടെക്സ്റ്റൈൽസ് തലശ്ശേരി. ഓക്കെ, നമ്മളെത്തി. നമ്മൾ ബ്ലൗസ് വാങ്ങിച്ചു. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ബ്ലൗസ് പീസിന്റെ തുണി എടുത്തു. ഇനിയിപ്പോൾ അത് എങ്ങനെ അടിക്കും എന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡിങ് പരിപാടിയിലേക്ക് നീങ്ങാം. എവിടെ എന്താന്നൊക്കെ നോക്കട്ടെ. അയ്യോ, ചുട്ടിന് എന്നാ വേണ്ടേ? ചോറാ? ചോറ് മതി. എന്ത് ചോറാ വേണ്ടേ? ബിരിയാണി ചോറാണോ? ബിരിയാണി ചോറാ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം. തലശ്ശേരി കോട്ടന്റെ ഉള്ളിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവം. ആക്ച്വലി ഇവരുടെ ഈ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ എന്തൊക്കെയോ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എല്ലാം ഫ്ലോപ്പായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതാണ് തലശ്ശേരി ഫോർട്ട്. തലശ്ശേരി ഫോർട്ടിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ആ വഴിയാണ് സംഭവം വരുന്നത്. എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ. ഇപ്പുറത്ത് ഇവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്. നമ്മൾ പോയി നോക്കട്ടെ എന്തായാലും എന്താ സംഭവം. സെറ്റപ്പൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക്. പക്ഷേ അവിടെ കണ്ടില്ലേ, കുറേ സ്റ്റാൾസെല്ലാം അവർ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നമ്മൾ റീൽസിൽ കണ്ട പോലുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കണ്ണൂർ സിറ്റി എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു സ്വർഗം ലൈഫാണ് അവിടെ. ഈ ഒരു റംദാൻ ടൈമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഐസ്ക്രീംസിൻ്റെ ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊന്നും കഴിച്ചില്ല, ഒന്നും ടേസ്റ്റ് ചെയ്തില്ല. എനിക്ക് ആ ഒരു സെറ്റപ്പ് കണ്ടിട്ട് തന്നെ വലിയൊരു ഹൈജീനിക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം നടന്ന് അതിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് MRIയിലേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ആക്ച്വലി ഉണ്ടല്ലോ, ഈ സൈഡിൽ, അതായത് ഈ തലശ്ശേരി ഫോർട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ബീച്ചിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഷൂസൊക്കെ ഇട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ നടത്തമൊക്കെ നടത്തുന്നത്. ഫുള്ള് പൊടി എൻ്റെ ഷൂസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും നമ്മൾ കടൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സൈഡാട്ടോ. അവിടെ തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ സ്റ്റോൾസ് ഒന്നും ഓപ്പൺ അല്ല. എന്താ പറയുക, റീൽസിൽ കാണുന്ന സംഭവങ്ങളൊന്നും ആക്ച്വലി ഇവിടെ ഇല്ല. സോ നമ്മൾ MRIയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. ഇവിടേക്ക് ഫുള്ള് വേസ്റ്റാണ്. അപ്പോൾ നമ്മളെ അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ സ്റ്റോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ സ്റ്റോൾസ് എല്ലാം പൂട്ടിയിട്ടുള്ളത്. നമ്മളെ കണ്ണൂർ സിറ്റിയിലുള്ളത്ര പോലത്തെ സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തലശ്ശേരി MRIയിലേക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്താണ് അവസ്ഥ നോക്കിയിട്ട് നമുക്ക് കാണാം. അല്ലേ ചുട്ടു പാൽ പിടിക്കുന്നു. അങ്ങനെ നമ്മൾ തലശ്ശേരി MRIയിൽ എത്തിയിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്യണം, സ്ഥലം കിട്ടണം. ഇത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കെല്ലാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ MRIയിൽ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഫുഡൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ പാർക്ക് ചെയ്യട്ടെ. വി ആർ സെർച്ചിങ് ഫോർ പാർക്കിംഗ്. ഇവിടെ ഭയങ്കര സീനാണ്, ഒന്നും കിട്ടുന്നില്ല. അമ്പോ വിശക്കുന്നുണ്ട്. ആക്ച്വലി വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത്, എന്നാലും വിശക്കുന്നുണ്ട് ഇപ്പം ചെറുതായിട്ട്. സോ അങ്ങനെ എന്തായാലും ഞാൻ ഇനി ഇറങ്ങിയിട്ട് കാണിക്കാം. ഓക്കെ,
അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മളിവിടെ ഇരുന്നിട്ടുള്ള സീറ്റിൽ നമ്മൾ റീൽസിൽ കണ്ടിട്ട് വന്ന ആ ഇഫ്താർ കൗണ്ടർ കംപ്ലീറ്റ്ലി കാലിയായിട്ടുണ്ട്. ഇപ്പം നോമ്പ് തുറ ടൈമൊക്കെ കഴിയില്ലേ, അത് ഫുള്ള് കാലിയാണ് ഗൈസ്. വീണ്ടും ശശി ഷുട്ടുബി ഇങ്ങനെ അവിടെ ഫുള്ള് ലൈറ്റ്സൊക്കെ പുറത്തിങ്ങനെ നോക്കി അവളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് തന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട്. അപ്പോൾ അവരും ഉള്ളതുകൊണ്ട് അവൾ ഭയങ്കര എൻജോയ്മെൻറ്റ് ലുക്കിലായിരുന്നു അവിടെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കി, എന്താ പറയുക, ടിക്കയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടിക്കയും പൊറോട്ടയും, പിന്നെ ഞാൻ ബട്ടർ നാൻ പറഞ്ഞു. ഷുട്ടു ഇതൊന്നും കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അവൾക്ക് ഗീ റൈസ് അല്ല, ബിരിയാണി റൈസ് മാത്രം വാങ്ങിച്ചു, ഒരു ഹാഫ്. അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡെല്ലാം വന്നു. നൈസ് ഫുഡായിരുന്നു. എനിക്ക് ആ ചിക്കൻ തവ അത്ര ഇഷ്ടപ്പെട്ടില്ല, ടിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മൾ ഇതും പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റമദാൻ്റെ ആ ഒരു നോമ്പ് തുറ സ്പെഷ്യൽ ഫുഡ് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ അതൊന്നും നടന്നില്ല. നോമ്പ് തുറ ടൈമിൽ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് ഇവളെയും കൂട്ടി ആ റഷിലേക്ക് വരണ്ടെന്ന് ചോദിച്ച് കുറച്ച് സമയം ഒന്ന് തിരിഞ്ഞു കളിച്ച് നമ്മളിങ്ങോട്ടേക്ക് വന്നതാണ്. വന്നപ്പോഴേക്കും ഇതായിരുന്നു ആ സ്റ്റാള്, മൊത്തം കാലിയായിട്ടുണ്ടായിരുന്നു. കുറേ ഐറ്റംസ് മിക്സായി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വണ്ടിയിൽ കയറി. നമ്മൾ ടിക്കയും പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച് വന്ന സാധനങ്ങൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്തായാലും കയറിയതല്ല, എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അത് കഴിച്ചിറങ്ങി. ഷുട്ടിന് കുറച്ച് ബിരിയാണി റൈസ് മാത്രം വാങ്ങിച്ചു. അവളത് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് വേറെ ഫുഡൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പിന്നെ ഞാൻ ഒരു പുതിന ടീ ഒക്കെ കുടിച്ചു ലാസ്റ്റ്, ഒരു സുഖമായി. അപ്പോൾ എന്തായാലും നമുക്കിനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. എടാ നീ വീഴും. ഓ മൈ ഗോഡ്, ഇപ്പൊ സുന്ദരിയായല്ലോ അല്ലേ സുന്ദരി. അവ മുടിയട്ടെ, ചൂടെടുക്കണേ. ഓക്കെ, ഒരമ്മ തരൂ, ഒരമ്മ പ്ലീസ്, ഒരമ്മ പ്ലീസ്, ഒരമ്മ താടാ. തരില്ല, ഒന്ന് താ. ഓക്കെ 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 ഗൈസ്, ഞാൻ മുടി കെട്ടട്ടെ, ബൈ. അങ്ങനെ നമ്മൾ അയ്യോ വീട്ടിലെത്താറായി. ഷുട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഷുട്ടു ഇങ്ങനെ കുറേ നേരം കളിക്കും. അവൾ ഉറങ്ങണമെങ്കിൽ എന്തായാലും 12 മണിയാവും. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പ് ഒക്കെ ആവണം. ഇത് ചെറിയൊരു കുട്ടി നമ്മുടെ ഈവനിങ് വ്ലോഗായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.